രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഇന്ത്യ സഖ്യം. രാജ്യസഭാ അധ്യക്ഷൻ പാർലമെന്റിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രതിപക്ഷ പാർട്ടികൾക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല. പക്ഷപാതപരമായാണ് രാജ്യസഭാ ചെയർമാൻ പെരുമാറുന്നതെന്നും RSSന്റെ ജിഹ്വയായി ജഗദീപ് ധൻഖർ മാറിയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. भारत के उपराष्ट्रपति पद का देश का दूसरा सबसे बड़ा संवैधानिक पद है. महान विद्वान डॉक्टर राधाकृष्णन, डॉक्टर शंकर दयाल शर्मा जी, जस्टिस हिदायतुल्ला, KR नारायणन समेत कई महान लोग इस पद पर बैठ चुके हैं और काम कर चुके हैं. 1952 से अब तक किसी उपराष्ट्रपति के खिलाफ संविधान के आर्टिकल 67 के अंतर्गत रेजोल्यूशन फॉर रिमूवल ऑफ वाइस प्रेसिडेंट नहीं लाया गया, क्योंकि वो हमेशा निष्पक्ष और पूरी तरह राजनीति से परे रहे. वो कभी राजनीति नहीं करे, केवल सदन चलाना, और वो भी जो सदन के रूल्स और रेगुलेशन होते हैं उसी के तहत वो सदन चलाते रहते थे. ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ പെരുമാറുന്നതെന്ന് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. വിശദാംശങ്ങളുമായി സിബി ചേരുന്നു. സിബി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ പറഞ്ഞത്? ഷമി, ഇന്നിപ്പോൾ രാജ്യസഭയിലെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കളാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം ദില്ലിയിൽ വിളിച്ച് പ്രധാനമായും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഉള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അതിൽ പ്രധാനമായും ജഗദീപ് ധൻഖർ ഒരു പക്ഷപാതപരമായി രാജ്യസഭയിൽ പെരുമാറുന്നു. അടുത്ത ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാരിന്റെ വക്താവായി രാജ്യസഭയിൽ മാറുകയാണെന്നും RSSന്റെ ജിഹുവായി ജഗദീപ് ധൻഖർ മാറിയെന്നുമുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം എല്ലാ നിലയും ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾക്ക് സംസാരിക്കാൻ പോലും സമയം നൽകുന്നില്ല. ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകിയാൽ പ്രതിപക്ഷത്തിന് അനുവദിക്കാതിരിക്കുകയും അതേസമയം തന്നെ ഭരണപക്ഷത്തിന് അനുകൂലമായി എപ്പോഴും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഏകപക്ഷീയമായ അല്ലെങ്കിൽ പക്ഷപാതപരമായി പെരുമാറുന്ന രാജ്യസഭാ ചെയർമാനെതിരെയാണ് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസ് കഴിഞ്ഞ ദിവസം, അവിശ്വാസ പ്രമേയ നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും പാർലമെന്റിൽ വലിയ ബഹളമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ പാർലമെന്റിന് പുറത്ത് ഇപ്പോൾ മാധ്യമങ്ങൾ വിളിച്ചു കൊടുത്തുകൊണ്ട് പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ജഗദീപ് ധൻഖർ ആവർത്തിക്കുന്നത്. അത് കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ ഭാഗത്തും ഇതേ നിലപാടുകളാണ് ഉള്ളതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് പ്രതിപക്ഷ MPമാരെല്ലാം തന്നെ ഇന്ന് ഒരുമിച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഷമി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്.